ദക്ഷിണാഫ്രിക്കയുടെ സിവിലിയൻ ആണവ പദ്ധതി വികസിപ്പിക്കുന്നതിൽ ഇറാൻ സഹകരിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ആണവ ഇന്ധന വിതരണം, യുറേനിയം സമ്പുഷ്ടീകരണം, പുത്തൻ ആണവ നിലയങ്ങളുടെ നിർമ്മാണം എന്നിവയും ഉൾപ്പെടുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ധാതു പെട്രോളിയം വിഭവശേഷി മന്ത്രി ഗുഡ് മാൻഷെ രാജ്യത്തിന്റെ ആണവ വികസന പദ്ധതികളിൽ ഇറാനുമായോ റഷ്യയുമായോ സഹകരിക്കാൻ തുറന്ന മനസ്സ് പ്രകടിപ്പിച്ചതിനു ശേഷമാണ് ഈ നീക്കം ഉണ്ടായത്. വാണിജ്യ, സൈനിക, ആണവ ആവശ്യങ്ങൾക്കായി ഇറാനുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുന്നതായി ആരോപിച്ച യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനത്തിന് മറുപടിയായാണ് മാൻഷെയുടെ പ്രസ്താവന. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ സർക്കാരിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിനെയും ട്രംപ് അപലപിച്ചു. ഒരു പ്രധാന യു.എസ്. സഖ്യകക്ഷിക്കെതിരായ ആക്രമണാത്മക നിലപാട് എന്നാണ് അതിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. വർണ്ണവിവേചനമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഫ്രഞ്ച് കമ്പനിയായ ഫ്രമാറ്റോം നിർമ്മിച്ച കോബർഗ് ആണവ നിലയത്തെയാണ് ദക്ഷിണാഫ്രിക്ക നിലവിൽ ആശ്രയിക്കുന്നത്. 1940 മെഗാവാട്ട് ശേഷിയുള്ള ഈ പ്ലാന്റിന്റെ നിയന്ത്രണം ദക്ഷിണാഫ്രിക്കൻ സർക്കാർ സംരംഭമായ എസ്കോമാണ് വഹിക്കുന്നത്. എന്നിരുന്നാലും പുതിയ ആണവ നിലയങ്ങളുടെയും യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങളുടെയും നിർമ്മാണം ഉൾപ്പെടെ ആണവശേഷി വികസിപ്പിക്കുക എന്നതാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ ആണവ വികസന പദ്ധതികളിൽ ഇറാന്റെ സഹകരണം പല രൂപങ്ങളിലാകാം. ഒന്നാമതായി, ഇറാന് 7 മെട്രിക് ടൺ സമ്പുഷ്ട യുറേനിയവും 100 കണക്കിന് മെട്രിക് ടൺ വാർഷിക ഉൽപ്പാദനവും ഉപയോഗിച്ച് ആണവ ഇന്ധന കയറ്റുമതി നൽകാൻ കഴിയും. കൂടാതെ ഇറാന് ദക്ഷിണാഫ്രിക്കയ്ക്ക് അതിന്റെ നൂതന സമ്പുഷ്ടീകരണ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ സഹായിക്കാനുമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രയോജനകരമായ ഒരു ഉഭയകക്ഷി കരാറും പര്യവേക്ഷണം ചെയ്യാവുന്നതാണ്. ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങളുൾപ്പെടെ അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾക്കായുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആഗ്രഹം രാജ്യത്തിന്റെ സിവിലിയൻ ആണവ പദ്ധതി വികസിപ്പിക്കാനുള്ള പ്രതിബദ്ധതയായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ബദൽ സഹകരണങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ദക്ഷിണാഫ്രിക്ക തയ്യാറാണ്. മാൻഷെ പറഞ്ഞതുപോലെ ദക്ഷിണാഫ്രിക്കയുടെ ആണവ നയം വിദേശ സമ്മർദ്ദത്താൽ നിയന്ത്രിക്കപ്പെടരുതെന്നാണ്. ചരിത്രപരമായി നോക്കിയാൽ ദക്ഷിണാഫ്രിക്ക ഇറാനുമായി സങ്കീർണമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. വർണ്ണവിവേചനങ്ങളുടെ കാലത്ത് ദക്ഷിണാഫ്രിക്കയുടെ എണ്ണവിതരണക്കാരിൽ പ്രധാനിയായിരുന്നു ഇറാൻ. ഇരു രാജ്യങ്ങളും $750 മില്യൺ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിൽ എണ്ണയ്ക്ക് ആയുധങ്ങൾ കൈമാറുന്നതും ഉൾപ്പെടുന്നു. നിലവിൽ ഊർജ്ജ സുരക്ഷയ്ക്കും ആണവ വികസനത്തിനുമുള്ള ആഗ്രഹത്താൽ ഇറാനുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയുമായുള്ള ഇറാന്റെ സഹകരണം നിരവധി പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചേക്കാം. ആഗോള ആണവ മേഖലയിൽ ഇറാൻ ഒരു പ്രധാന പങ്കാളിയെന്ന നിലയിലാണ് ഇറാന്റെ ഇടപെടൽ ആണവ വ്യവസായത്തിന്റെ ചലനാത്മകതയെ മാറ്റിമറിക്കുന്നത്. കൂടാതെ ട്രംപിന്റെ വിമർശനത്തിന്റെയും യു.എസും ഇറാനും തമ്മിലുള്ള നിലവിലുള്ള സംഘർഷങ്ങളുടെയും വെളിച്ചത്തിൽ ഈ പങ്കാളിത്തം പ്രാദേശിക ആഗോള സുരക്ഷയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദക്ഷിണാഫ്രിക്കയുടെ സിവിലിയൻ ആണവ പദ്ധതിയുടെ വികസനത്തിൽ ഇറാനും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള സഹകരണം ആഗോള ആണവ മേഖലയിൽ ഒരു സുപ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും ആണവ വികസനത്തിന്റെയും സങ്കീർണതകളിലൂടെ ഇരു രാജ്യങ്ങളും സഞ്ചരിക്കുമ്പോൾ അവരുടെ പങ്കാളിത്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ വികസിത രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്.